നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ കഥയിൽ ഋതു അച്ഛനെ ഫോൺ വിളിച്ചിട്ട് തിരിയണ സമയത്ത് രാജമ്മ പിന്നെ വന്നിരിക്കുന്നത്. ഋതു പെട്ടെന്ന് പേടിച്ചു പോയി. ഇതെന്താ നിങ്ങൾ പിന്നെ വന്നിരിക്കുന്നത്? ഞാൻ പേടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ കുഞ്ഞു ഫോൺ വിളിക്കുകയാണല്ലോ എന്ന് കരുതിയിട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറകെ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്ന മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. പിന്നീട് ചോദിച്ചു, എന്താ കുഞ്ഞെ പ്രശ്നം? അബോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലേ? അതിന്റെ വിഷമത്തിലല്ലേന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല ഋതു. അതെ, മോള് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. മോളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തൊരു ഐശ്വര്യമുള്ള ഒരു മുഖമാ. ഏതോ വലിയ കുടുംബത്തില് ജനിച്ചാന്ന് തോന്നേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇതെന്താ താലി ഇട്ടിരിക്കണെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഋതു താലി അങ്ങോട്ട് മാറ്റാൻ ശ്രമിച്ചു. അല്ല, ഭർത്താവ് മരിച്ച സ്ത്രീകള് താലി ഇട്ടുകൊണ്ട് നടക്കില്ലല്ലോ. അപ്പോഴേക്കും ഋതു നോക്കി. അല്ല, താലി മറിക്കാം, പക്ഷേ വയറ്റിലുള്ളത് മറിക്കാനായിട്ട് പറ്റില്ലല്ലോ. സമയമാകുമ്പോൾ അതിനെ പ്രസവിച്ചേ മതിയാകത്തുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഋതു ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ചു. അതെ കുഞ്ഞെ, ഇവിടുത്തെ ഡോക്ടറമ്മ പറഞ്ഞു ഇവിടെ അബോർട്ട് ചെയ്യാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞേ. പക്ഷേ എങ്കിൽ എനിക്കറിയാവുന്ന ഒരു ക്ലിനിക്കുണ്ട്. ഒരു കാര്യം ചെയ്യാം, മോൾ അങ്ങോട്ടേക്ക് പോയാൽ മതി, കാര്യങ്ങളൊക്കെ അവിടെ നടത്താം. ഈ രാജമ്മ മോളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതു ചോദിച്ചു, അല്ല സത്യമാണോ നിങ്ങൾ പറയണേ? അതേന്നേ, എനിക്കറിയാം ഇങ്ങനെ കുറെ കേസ് കെട്ടുകൾ രാജമ്മ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് എന്നെ വിശ്വസിക്കുക. അല്ലെങ്കിൽ വിലയില്ലാത്തവന്റെ ഒരുത്തന്റെ കൂടെ ജീവിച്ചിട്ട് വെറുതെ എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. മോൾ ഇതിനെ കളയാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കളഞ്ഞു, അതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, അത് പിന്നെ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞ കളയാൻ പറ്റില്ലെന്നല്ലേ? അതങ്ങനെയൊക്കെ പറയൂന്നേ. മോൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. നമുക്ക് വേറെ ക്ലിനിക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ പോയ സംഗതികളെല്ലാം ഓക്കെയാ. കുഞ്ഞിനെ കണ്ടാ അറിയാലോ, നല്ല തറവാട്ടി പിറന്നാന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എനിക്ക് സഹായിക്കാന്ന് തോന്നുന്നത്. അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, അതെ, ചേച്ചിക്ക് കൂടി പുണ്യം കിട്ടുമെന്ന് പറഞ്ഞു. ആ, എനിക്ക് പുണ്യം മതി. മോൾ എന്നെ മോളുടെ അമ്മയെപ്പോലെ തന്നെ കണ്ടാ മതി. ഒരു കാര്യം ചെയ്യുക, മോൾ ഇവിടെ നിൽക്കുക, ഞാൻ അകത്ത് പോയി ഡോക്ടറോട് പറഞ്ഞിട്ട് വരട്ടെ, ഉച്ചയൂണ് കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാജമ്മ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവിടെ പോയി പതുങ്ങി എന്നിട്ട് രാജമ്മ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ്. അതെ, ഒരു പെങ്കൊച്ച് കൈ വന്ന് പെട്ടിട്ടുണ്ട്. ആരോ ഒരാളെ വിളിക്കുകയാണ്. കാണാനും നല്ല മിടിക്ക, സുന്ദരിയ, ആള് ഗർഭിണിയാണ്. കണ്ടാൽ തന്നെ അറിയാം നല്ല വീട്ടിലാന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം ചെയ്യുക, ഞാൻ ആ ക്ലിനിക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ അവിടെ സംസാരിച്ചിട്ട് എന്താ വേണ്ടതെന്ന് ഒരു ഡേറ്റ് ഒക്കെ ചോദിച്ചു മനസ്സിലാക്കുക എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയാണ്. അപ്പൊ അവരുടെ ഉദ്ദേശം വേറെ എന്തോ ഒരു ഉദ്ദേശമായിരുന്നു. അങ്ങനെ ഫോണൊക്കെ വിളിച്ചിട്ട് നേരെ ഋതുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ബാ നമുക്ക് പോവാന്ന് പറഞ്ഞു. അല്ല എങ്ങോട്ടാ? ഞാൻ പറഞ്ഞില്ലേ ക്ലിനിക്കിലേക്ക് പോവാന്ന്. ഈ രാജമ്മയ്ക്ക് 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിന്റെ ഇതിൽ പറയുക, മോള് ധൈര്യമായിട്ടിരിക്കുക, ഒന്നും പേടിക്കണ്ട, ഞാനല്ലേ കൂടെയുള്ളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതുവിനെ പറഞ്ഞു വശത്താക്കി കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇതേ സമയത്ത് ശ്രീഹരി ആപ്പിളൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അച്ചു അങ്ങോട്ട് കയറുന്നു. നീ ഇത് എവിടെ പോയതായിരുന്നു അച്ചു? എത്ര സമയം ഞാൻ നിന്നെ നോക്കുന്നേ? എന്താ ശ്രീഹരി, നീ എത്ര സമയമായി ആഹാരം കഴിച്ചിട്ടെന്നറിയാവോ? ആ, ഞാൻ കുറച്ചു മുമ്പ് കഴിച്ചായിരുന്നു. അല്ല, നിനക്കറിയില്ല അതിനെക്കുറിച്ചൊക്കെ? നിനക്ക് വിശക്കുന്നില്ലെന്ന് ചോദിച്ചു. എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാം. നിനക്ക് വിശന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് വിശക്കുന്നുണ്ടായിരിക്കും. നീ അതിനെക്കുറിച്ച് എന്താ ചിന്തിക്കാത്തെ? വന്ന് ഈ ആപ്പിൾ കഴിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഈ സമയത്ത് ഇതുപോലെ ഫ്രൂട്ട്സും അതുപോലെ പ്രോട്ടീനും ധാന്യങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കേണ്ട സമയമാണ്. ഓഹോ, അപ്പൊ ഇതൊക്കെ നെറ്റ് നോക്കി പഠിച്ചു വെച്ചിരിക്കുകയല്ലേ? പിന്നല്ലാതെ. പിന്നെ എന്റെ ഭാര്യയുടെ കാര്യങ്ങൾ ഞാനല്ലേ നോക്കണ്ടേ? അപ്പൊ ഞാനെല്ലാം നോക്കി കാണണ്ടേ എന്നൊക്കെ ചോദിച്ചു. വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തരണ്ടേന്ന് ചോദിച്ചു. ഇവിടെ ഇരിക്കുക, ഈ ആപ്പിൾ കഴിക്കാനും പറഞ്ഞുകൊണ്ട് ഒരു പീസ് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തു. പക്ഷെ അച്ഛൻ്റെ മുഖത്തെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോൾ സ്വീകരിച്ചു. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, കാര്യം എന്താ? അത് പിന്നെ ഋതു ഹോസ്പിറ്റലിലേക്ക് എന്നും പറഞ്ഞ് പോയതാ, എന്നെ കൊണ്ടുപോയില്ല. പക്ഷെ എന്തോ എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ലത്. എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ടെന്ന് പറയാണ്. എന്ത് ബുദ്ധിമുട്ട്? അവള് പോയത് എങ്ങോട്ട്? എങ്ങോട്ട് പോകാനാ? ഹോസ്പിറ്റലിലേക്കായിരിക്കും പോയത് എന്ന് ശ്രീഹരി പറഞ്ഞു. ഏയ്, അങ്ങനെ ഹോസ്പിറ്റലിലേക്കാന്ന് എനിക്ക് തോന്നുന്നില്ല. അവള് വേറെ ഏതോ വഴിക്ക് പോയതാ, അതിന്റെ ടെൻഷനില്ല. അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, ഈ സമയത്ത് ടെൻഷൻ അടിക്കല്ല അച്ചു, നിനക്കറിയാലോ നിന്റെ വയറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മ വേണമെന്നൊക്കെ പറഞ്ഞ് ശ്രീഹരി ആശ്വസിപ്പിക്കുകയാണ്. ആ സമയം ഋതുവിനെ രാജമ്മ വിളിച്ചോണ്ട് പോവാണ്. ഋതു ചോദിച്ചു, അല്ല ചേച്ചി, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? മോള് വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഇതുപോലെ വേണ്ടാത്ത ഗർഭവും പേറി എത്രയോ സ്ത്രീകൾ നടക്കുന്നുണ്ട് ഭർത്താക്കന്മാരുടെ ക്രൂരതയില്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ? പക്ഷെ മോള് കാർത്തി ഭാഗ്യവതിയാ, അതുകൊണ്ടല്ലേ എൻ്റെ അടുക്കിലേക്ക് തന്നെ എത്തിയത്. മോള് ധൈര്യമായിട്ടിരിക്കുക, നമ്മുടെ പോകുന്ന ക്ലിനിക്കിലെ അവിടുത്തെ ഡോക്ടർ കാര്യങ്ങളൊക്കെ നോക്കിക്കോളെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട് മോളെ, ഞാൻ ആ മോളെ കൂട്ടിക്കൊണ്ട് പോയെന്നുള്ള കാര്യങ്ങൾ വേറെ ആരും അറിയാൻ പാടില്ല. അതെന്താണെന്നറിയോ? ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പം പിന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യനെ വിളിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഡോക്ടർക്ക് അത്
ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഞാനാ കൊണ്ടുപോയത്. എൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊന്നും മോൾ ആരോടും പറയരുതെന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. എന്നാ പെട്ടെന്ന് വാ, നമുക്ക് അങ്ങോട്ടേക്ക് വാ, ഡോക്ടർ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ചെല്ലണം എന്നും പറഞ്ഞുകൊണ്ട് ഋതുവിനെ കൊണ്ട് അവരങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതേ സമയം സേതുവും പല്ലവി ശ്രീകാന്തിനെ കണ്ടിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോഴാണ് അച്ചുവിന്റെ കോള് വരുന്നത്. അച്ചു ആണല്ലോ വിളിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പല്ലവി കോൾ എടുത്തു. എന്താ അച്ചു? അതെ പല്ലവി ചേച്ചി, ഒരു പ്രശ്നമുണ്ട്. എന്താ? ഋതു ഹോസ്പിറ്റലിലേക്കെന്നും പറഞ്ഞു ഇവിടുന്ന് പോയതാ, പക്ഷെ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. അതിനെന്താ, അവള് പോയിട്ട് വരട്ടെ, പക്ഷെ ഞാനും കൂടെ ചെല്ലാന്ന് പറഞ്ഞിട്ട് അവള് കേട്ടില്ല. എന്തോ അവളുടെ ആ പോക്ക് അത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. എന്തിനാ വിഷമിക്കുന്ന അച്ചു? നീ ഇത്ര നിസ്സാര കാര്യത്തില് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അല്ല, പല്ലവിച്ചയും സേതുവേട്ടൻ പുറത്തല്ലേ, നിങ്ങൾ ഒന്ന് അവിടെ നിന്ന് നോക്കാവോ, ഋതു അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്? എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നുണ്ട്. ഈ സമയത്ത് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അച്ചു, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. നീ കോള് വെച്ചോ, ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ സേതു വെച്ച് എന്താ ഋതു ഹോസ്പിറ്റലിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങിയെന്ന്, അവളെ കാണുന്നില്ല അതിന്റെ ടെൻഷനില്ല. അവളിത് എവിടെ പോവാനാന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോകുന്ന വഴിക്കൊന്ന് നോക്കാന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീഹരി അച്ഛനോട് പറഞ്ഞു, അച്ചു പല്ലവി ചേച്ചി പറഞ്ഞു കേട്ടോ, അവൾക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, നീ വെറുതെ ഓരോ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുന്ന, ഇത് കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആപ്പിളൊക്കെ അച്ഛന് കൊടുക്കുകയാണ്. ആ സമയത്ത് ഋതുവിനെയും കൊണ്ട് രാജമ്മ നടക്കുവാണ്. ഋതു പറഞ്ഞു, നമുക്കൊരു ഓട്ടോറിക്ഷ വിളിച്ചു പോയാലോ, കുറച്ച് ദൂരമുണ്ട്, അതല്ലേ നല്ലത്. അത് ശരിയാകത്തില്ല, ഞാൻ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഓട്ടോറിക്ഷ കേട്ടിട്ടുണ്ടെങ്കിലേ അവർക്ക് വല്ല സംശയവും തോന്നിയാലോ. എന്റെ പണി പോകുന്ന കാര്യം മോൾക്കറിയാലോ, എന്റെ പണി പോകാതിരിക്കാൻ വേണ്ടി മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂടെയെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, അല്ലേ ചേച്ചി, എന്നെ കൊണ്ട് വയ്യ, തീരെ വയ്യ നടക്കാനായിട്ടെന്ന് പറഞ്ഞു. മോളെ, എനിക്ക് വേണ്ടിയിട്ട് ഒരു കൊച്ചിരി വയ്യായിക്കൊക്കെ സഹിക്കാൻ പറഞ്ഞു. ഇത് കുറച്ച് ദൂരം കൂടെ പോയാൽ മതി, ഇപ്പോഴെത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നടക്കുവാണ്. ആ സമയത്താണ് പല്ലവി ആ കാഴ്ച കാണാൻ, ഇതെങ്ങ് നോക്ക് സേതുവേട്ടാ, ഋതു അല്ലേ പോണെന്ന് ചോദിച്ചു. ഫുട്പാത്തിൽ കൂടെ ഋതു പോകുന്നു കണ്ടു. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് യൂട്ടാൻ എടുത്ത് വരാം, അവിടെ തിരിക്കാൻ പറ്റില്ലായിരുന്നു. ആ സമയം പല്ലവി ഋതുവിനെ വിളിക്കുവാണ്. കോൾ എടുത്തില്ല. ആ സമയം ഋതു ഓർത്തു, തന്നെ പല്ലവിയാണല്ലോ വിളിക്കുന്നത്, എന്തിനായിരിക്കും പോലും വിളിക്കുന്നത്, അച്ചു വിളിച്ചു പറഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും. അപ്പോഴേക്കും രാജൻ പറഞ്ഞു, എൻ്റെ മോളെ, നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ വാ, ഡോക്ടർ എഴുന്നേറ്റ് പോയ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ കയ്യെ പിടിച്ച് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും പല്ലവി സേതുവിനോട് പറഞ്ഞു, സേതുവേട്ടാ അവള് കോൾ എടുക്കുന്നില്ലോ എന്ന് പറഞ്ഞു. ഒടുവില് അവര് യൂട്ടാൻ എടുത്ത് ഋതുവിനെ കണ്ട സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഋതുവിനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വെച്ചാണല്ലോ കണ്ടതെന്ന് പറയണം. അങ്ങനെ അവരവിടെയൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഋതുവിനെ കണ്ടില്ല. ആ സമയം ഋതുവിനെ അങ്ങോട്ട് രാജമ്മ ഒരു വീടിനെ അങ്ങോട്ട് ചെല്ലുവാണ്. മോളൊരു കാര്യം ചെയ്യുക, ഇവിടെ നിൽക്കുക, ഞാൻ അകത്ത് പോയി ഡോക്ടറോട് സംസാരിച്ചിട്ട് വരാം. അല്ല, നിങ്ങൾ എന്താ സംസാരിക്കാൻ പോന്നേ? സത്യാവസ്ഥകൾ അങ്ങോട്ട് പറഞ്ഞേക്കാം. മോളുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയെന്ന് പറയാം. ശാന്തി ഡോക്ടർ ഒരു പാവന്നേ, മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാവുന്ന ഒരു ഡോക്ടറാ. അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് ഇവിടെ നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് രാജമ്മ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഇതേ സമയം സ്വാതിയും കൂട്ടുകാരിയും കൂടെ ഹോസ്റ്റലിന് മുന്നിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ടൗണിലേക്ക് പോവാണ്. അങ്ങനെ പോണ സമയത്ത് സ്വാതി കൂട്ടുകാരോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ വയറാന്നുള്ള ഓർമ്മ വേണം. അതിന് അതെ, അവിടെ ചെന്ന് കഴിയുമ്പത്തിന് മെനു കാർഡ് കണ്ട കാര്യങ്ങളൊക്കെ വാരി വലിച്ചു മേടിച്ച് കഴിച്ചേക്കല്ലേ. ഓ, ഇപ്പം മനസ്സിലായി. ട്രീറ്റാന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് പൈസ കൊടുക്കാൻ മടിയല്ലേ. നീ പറയുന്ന സാധനങ്ങളൊക്കെ കഴിച്ച് ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഞാൻ പോരണം. ഇടി, നീ ട്രീറ്റ് എന്ന് പറഞ്ഞ് 2 ദിവസമായി ഞാൻ പട്ടിണി കിടക്കുന്ന, അറിയാവോന്ന് ചോദിച്ചു. സ്വാതി പറഞ്ഞു, നീ ആള് കൊള്ളാലോ, ഇതിനേക്കാളും ഭേദം സേതുവേട്ടനെ വിളിച്ചിട്ട് വീക്കെൻഡിൽ വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഓട്ടോ കണ്ടു പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അതെ അപ്പുറത്തേക്ക് മാറ്റി ഓട്ടോറിക്ഷ നിർത്താൻ പറഞ്ഞു, അവിടെ ഇറങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോക്കാരൻ അവിടെ നിർത്താനായിട്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് എതിരൊരു ബൈക്ക് വരുന്നത്. രണ്ടും കൂടെ കൂട്ടിമുട്ടാൻ തുടങ്ങി. അപ്പോഴേക്കും ഓട്ടോക്കാരൻ ഇറങ്ങിയിട്ട് ചോദിച്ചു, തന്റെ കണ്ണുകൂടെ എന്നൊക്കെ ചോദിച്ചു. അത് അഖിലായിരുന്നു, ഷാഡോ പോലീസ് ഓഫീസർ. അപ്പോഴേക്കും സ്വാതി കൂട്ടുകാരും കൂടെ ഓട്ടോറിക്ഷയിൽ ഇറങ്ങി. ആ സമയത്ത് അഖില് ചോദിച്ചു, എന്താ ചേട്ടൻ്റെ കണ്ണു കണ്ടുകൂടെയെന്ന് ചോദിക്കണം. ഇവിടെ തൻ്റെ കണ്ണ് എവിടെയാ, ഓരോരുത്തന്മാരൊക്കെ ഇറങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് അഖിലൊന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കുകയാണ്. ഈ സമയത്ത് സ്വാതിയുടെ കൂട്ടുകാരി പറഞ്ഞു, ഇതേ അയാൾ തന്നെയാണല്ലോ, ഇയാൾ ആളും മൊണ്ണയാന്ന് തോന്നല്ലോ, ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടോന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഓട്ടോക്കാരൻ വന്നിട്ട് സ്വാതിയോട് പറഞ്ഞു, അതെ ഓട്ടോ കൂടി തരുവാണ്, ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാനും എന്നൊക്കെ പറഞ്ഞു. ഓരോരുത്തന്മാരൊക്കെ ഉറങ്ങും, മനുഷ്യനെ മെനക്കെടുത്താനെന്നൊക്കെ പറയണം. അപ്പോഴേക്കും സ്വാതി എത്രയാ, 550 എന്ന് പറഞ്ഞു. 550? വെറും 150 രൂപയുള്ളല്ലോ ഏട്ടാ അവിടെ നിന്ന് ഇവിടം വരെ വരാനായിട്ട്, എന്നിട്ട് 550? ഇത് കൊള്ളയാണല്ലോ എന്ന് പറഞ്ഞു. ഇതേ പെങ്ങളെ, മര്യാദയ്ക്ക് 550 രൂപ താ, തിരിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോഴേ വെറുതെ കാലിയടിച്ച് വേണം ഞാൻ പോകാനായിട്ട്. പിന്നെ ടൗണിൽ കൂടെ നല്ല ബ്ലോക്കാന്നറിയാലോ, ആ ബ്ലോക്കിൽ കൂടെയൊക്കെ പെട്ട് ഇവിടം വരെ എത്തിച്ചില്ലേ ചേട്ടാ. ഇതേ കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്, അവര് തിരിച്ച് റിട്ടേൺ പോകാനുള്ള ആൾക്കാരാന്ന് തോന്നല്ലോ. അതൊക്കെ ചെറിയ ചെറിയ ഓട്ടങ്ങളല്ലേ, എന്നെ കൊണ്ടൊന്നും പറ്റുമൊന്നുമില്ല, ഞാൻ അത്തരം കേസുകളൊന്നും പിടിക്കത്തില്ല.
ഇനി ടൗണിൽ കൂടെ തിരിച്ചു പോകാനുള്ളതെന്ന് പറഞ്ഞു. ചേട്ടാ ഒരു 200 രൂപ ഞാനും കൂടെ തരും, അതുമായിട്ട് പോകണമെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ? 200 എന്നിട്ട് നീ അങ്ങനെ പോകണ്ട, 550 രൂപ തരാ, നീ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഖിൽ അങ്ങോട്ടേക്ക് വന്നു. അഖിൽ വന്നിട്ട് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വാ ചേട്ടാ എന്ന് പറഞ്ഞു. എന്തിനാടാ? ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. പിന്നെ സാദിയോട് പറഞ്ഞു, ആ 200 രൂപ തരാൻ പറഞ്ഞു. 200 രൂപ വാങ്ങിച്ചു. ചേട്ടൻ ഇതങ്ങോട്ട് വെക്കാനും പറഞ്ഞ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു. അതെ, 200 രൂപയ്ക്കുള്ള ഓട്ടോ അല്ലേ ഉള്ളൂ, എവിടുന്നാ കയറിയെന്നൊക്കെ ചോദിച്ചു. കയറിയ സ്ഥലമൊക്കെ സ്വാതി പറയാണ്. അപ്പോഴേക്കും അഖിൽ ചോദിച്ചു, അല്ല മീറ്റർ ഇല്ല ചേട്ടാ ഈ ഓട്ടോയിൽ എന്ന് ചോദിച്ചു. മീറ്റർ ഉണ്ടെന്ന് പറയാ, നോക്കാൻ പറഞ്ഞു. എന്താ ചേട്ടാ മീറ്റർ വർക്ക് ആവുന്നില്ലോ എന്ന് പറഞ്ഞു. സ്വാതി പറഞ്ഞു, ഞാൻ പറഞ്ഞ മീറ്റർ ഓണാക്കാനായിട്ട്. അപ്പൊ മീറ്റർ ഓണാക്കിയില്ലെന്ന് പറഞ്ഞു. ഓ അപ്പൊ ഊടായ്പല്ല ചേട്ടാ, 550 രൂപ മേടിച്ച് ചേട്ടൻ എങ്ങനെ മുതലാക്കുന്നു? ഇങ്ങനെയാണ് ചേട്ടൻ കുറെ ഉണ്ടാക്കൂല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് താൻ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ചേട്ടാ മര്യാദയ്ക്ക് 200 രൂപ അങ്ങോട്ട് പോകാൻ നോക്ക് എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അഖിൽ അങ്ങോട്ട് പോകാൻ തിരിയുമ്പോഴാണ് എടാന്ന് പറഞ്ഞ അയാൾ പിന്നാലെ വരുന്നത്. നീ അങ്ങോട്ട് പോയാലും ചോദിച്ചോണ്ട് അഖിലിനെ കയറി പിടിച്ചു. അഖിൽ പെട്ടെന്ന് അയാളുടെ കോളറിനെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് നീ എന്താടാ ആളാവുന്നേ? ദേ നീ ആരുടെ കളിക്കണമെന്നറിയോ? പോലീസിനോടാന്ന് പറഞ്ഞു. ഇത് കേട്ട് ഇപ്പൊ അയാൾ പേടിച്ചുപോയി. പെട്ടെന്ന് അയാൾ എന്ത് ചെയ്തു, ഓട്ടോയെ എടുത്തോണ്ട് സ്ഥലം കാലിയാക്കുവാണ്. അപ്പോഴേക്ക് സ്വാതി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ അയാളൊന്നും മിണ്ടാതെ പോയെന്ന് ചോദിച്ചു. ആ അയാൾക്ക് ചിലപ്പം തോന്നിക്കാണുമായിരിക്കും അയാൾ കൂടുതൽ ചാർജാ മേടിക്കുന്നതെന്ന് സ്വാതി എന്ന് പറയാണ്. സ്വാതിന്നോ? എന്റെ പേരെങ്ങനെ അറിയാന്നൊരു ഒറ്റ ചോദ്യം. അത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ട് അഖിൽ സാദിയെ നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.